السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم جميع الأنبياء والمرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ألف ألف صلاة وألف ألف سلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي. صدق الله مولانا العظيم. يا رفاعي يا رفاعي يا رفاعي سيدي أحمد الكبير رفاعي. ഏറ്റവും ബഹുമാനാദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, അൽവുസ്വ ഗ്രൂപ്പ് അംഗങ്ങളായ പ്രിയപ്പെട്ട മുഹിബ്ബുകൾ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മുടെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരികയും നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, മുഹിബ്ബുകൾ എല്ലാവരെയും ഒന്നിച്ച് അല്ലാഹു ജന്നാത്തുൻ നഈം സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ, ആമീൻ എന്ന് ആമുഖമായി ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലുസ്വ ഗ്രൂപ്പിലായി ഓരോ ആഴ്ചകളിലായി നാം മഹാന്മാരായ ഔലിയാക്കളെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് മഹാനായ സുൽത്താനുൽ ആശിഖീൻ അബിൽ അബ്ബാസ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെക്കുറിച്ചാണ്. രണ്ട് ബഹുമാനപ്പെട്ട സൈഫുൽ ഇലാഹ് പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന മഹാനെക്കുറിച്ചുമാണ്. വേറെയും കുറെ മഹത്തുക്കളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. സമയക്കുറവ് കൊണ്ട് കൂടുതൽ കടക്കുന്നില്ല. മഹാനാകുന്ന ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പണ്ഡിത ലോകം ഐക്യകണ്ഠേന അംഗീകരിച്ചത് 4 ഖുതുബുകളെ ആണ്. അഖ്താബുൽ അർബഅ എന്ന വിളിപ്പേരാണ് അവരതിന് നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമൻ ബഹുമാനപ്പെട്ട സയ്യിദി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസാണ്. അതിലൊന്നും തർക്കമില്ല. രണ്ടാമത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളും,
അതിലും തർക്കമില്ല. പിന്നെ ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് 3 അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ശേഷം അഹ്മദ് ബദവി തങ്ങളെയും ഇബ്രാഹിം ദസൂഖി തങ്ങളെയുമാണ്. അതേ സമയത്ത് ചില പണ്ഡിതന്മാർ ഈ പറയപ്പെട്ട 2 ആളുകളുടെ സ്ഥാനത്ത് ഒരാളായി എണ്ണിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയാണ്. മറ്റു ചില പണ്ഡിതന്മാർ അഖ്താബ് ഖംസയാണ് എന്ന് പറഞ്ഞ് 5ാമതായി ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമിനെ എണ്ണിയതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അഖ്താബുൽ അർബഅ 4 ക്രമീകരിച്ചെണ്ണിയ കൂട്ടത്തിൽ 1-മൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണെന്നും 2-മൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ് എന്നതിലും തർക്കമില്ലാതെ പണ്ഡിത ലോകം അംഗീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ 2-മനാണ് ബഹുമാനപ്പെട്ടവർ. ഇറാഖില് ബത്തായിഹ് പ്രദേശത്തെ ഉമ്മു അബീദ എന്ന ഒരു ചെറിയ കുഗ്രാമത്തിൽ ഹസൻ എന്ന ഉൾപ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. ജനന തീയതിയിലൊക്കെ അഇമ്മത്തുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഹിജ്റ 512 റജബ് മാസം 15 ക്രിസ്താബ്ദം 1118 ഒക്ടോബറിലോ അല്ലെങ്കിൽ നവംബറിലോ ആയിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹിജ്റ 500 മുഹറം മാസത്തിലാണെന്നും ക്രിസ്താബ്ദം 1106 സെപ്റ്റംബർ മാസത്തിലാണ് എന്നുമാണ് സുബുക്കി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനന തീയതിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകളുടെ പരമ്പര നാം പരിശോധിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അതിമഹത്തായ ഒരു പരമ്പരയാണ് മഹാനവറുകൾക്ക് ഉള്ളത്. ബഹുമാനപ്പെട്ടവരുടെ പരമ്പര മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളിലേക്ക് ഹസൻ ഹുസൈൻ എന്ന പരമ്പരയിലേക്ക് അവിടുത്തെ പരമ്പര എത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ പിതാവ് ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലേക്കാണ് അവിടുത്തെ പിതാവിന്റെ പരമ്പര ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിലേക്ക് തന്നെ എത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ഉമ്മ ഉമ്മുൽ ഫളിൽ ഫാത്തിമ അൻസാരി എന്ന് പറയുന്ന മഹദിയാണ്. മഹാനാകുന്ന അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു തആല അൻഹു വലിയ കറാമത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 470 മഹാനവറുകൾ ഭൂജാതനാകുന്നത്. മഹാനവറുകളും ദിഫായി ഷെയ്ഖും തമ്മിൽ ദിഫായി ഷെയ്ഖിന്റെ ചരിത്രം അവിടുത്തെ ജന്മം എന്നാണ് എന്നതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ഏതഭിപ്രായങ്ങൾ നാം പരിഗണിച്ചാലും 1/2 നൂറ്റാണ്ടോളം
ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് തങ്ങളും മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളും കൂടെ സമകാലികരാണ് എന്ന് നാം മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് തങ്ങൾ വലിയ പ്രബോധകനും വലിയ വാഇളും ഗ്രന്ഥകാരനും ഏതെല്ലാം നിലക്ക് മദ്ഹുകൾ പറയാനുണ്ടോ അതൊക്കെ മഹാനവറുകളെ കുറിച്ച് പറയാൻ കഴിയും. ഹബീബ് സയ്യിദുൽ വജൂദ് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അക്ഷരാർത്ഥത്തിൽ 100% അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ മുഴുവനും പിമ്പറ്റി പോന്ന ആളാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവിടുത്തെ രചനകൾ അഇമ്മത്തുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ 662 രചനകൾ മഹാനവർകൾക്കുണ്ട് എന്ന് ഇമാമികൾ ഓർമ്മപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേവലം ഒരു ദിക്റും തസ്ബീഹും അല്ലെങ്കിൽ അതുപോലെയുള്ളതാകുന്ന ചില കശ്ഫ് കറാമത്തുകളും മാത്രമല്ല മഹാനവർകൾ തികച്ചും വലിയ ഒരു മുസന്നിഫ്, ഒരു രചിതാവാണ് എന്ന സത്യം പലപ്പോഴും നാം ഒക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. അതിൽ ബഹ്ജ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതുപോലെ അൻ നിളാമുൽ ഖാസു ലി അഹ്ലിൽ ഇഖ്തിലാസ് എന്ന മറ്റൊരു ഗ്രന്ഥം, 3 അത്വരീഖത്തു ഇലൽ ഇലാഹ് എന്ന ഗ്രന്ഥം, 4 അൽ അഖായിദു റിഫാഇയ്യ എന്ന ഗ്രന്ഥം, 5 തഫ്സീർ സൂറത്തുൽ ഖദർ, 6 അസ്സിറാത്തുൽ മുസ്തഖീം ഫി തഫ്സീരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 7 ഇൽമു തഫ്സീർ, 8 അൽ റിവായ, 9 അൽ ഹികമു റിഫാഇയ്യ, 10 ഹാലത്തു അഹ്ലിൽ ഹഖി മഅല്ലാഹ്, ഹാലത്തു അഹ്ലിൽ ഹഖീഖത്തി മഅല്ലാഹ്, 11 അൽ അഹ്സാബു റിഫാഇയ്യ, 12 അസ്സിറുൽ മൻസൂർ, 13 അൽ ബുർഹാനുൽ മുഅയ്യദ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട ലഭിക്കുന്ന ഗ്രന്ഥങ്ങളും ഇന്ന് പ്രായോഗികമായി കിട്ടാത്ത ഗ്രന്ഥങ്ങളടക്കം 662 ഗ്രന്ഥങ്ങൾ മഹാനവർകൾ രചിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ കറാമത്തുകൾ ഒരുപാട് നാം കേട്ടതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യത്തിൽ ചെന്നതും അവിടുന്ന് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ അന്നി നായിബതി എന്ന് പറയുന്ന പദ്യം ചെല്ലുകയും ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുന്നാര കൈ നീട്ടിക്കൊടുക്കുകയും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ആ പുന്നാര കൈ പിടിച്ചിട്ട് ചുംബിക്കുകയും ആ കറാമത്ത് മറ്റുള്ള ഒരു ഔലിയാക്കൾക്കും അങ്ങനൊരു സംഭവം ലഭിച്ചിട്ടില്ല എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. വഹാദിഹിൽ കറാമത്തു മുഖ്തസത്തുൻ ബിഹി, ഈ കറാമത്ത് മഹാനവറുകൾ കൊണ്ട് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ്. മറ്റൗലിയാക്കന്മാർക്ക് ആർക്കും ഈ കറാമത്ത് അനുഭവിച്ചിട്ടില്ല എന്ന് വരെ പണ്ഡിത മഹത്തുക്കൾ എഴുതിയതായി നമുക്ക് കാണാൻ കഴിയും. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ ത്വരീഖ് ലോകമെമ്പാടും അറിയപ്പെട്ട റിഫായിയ ത്വരീഖത്ത്, അതിന്റെ സ്ഥാപകൻ മഹാനവറുകളാണ്. മഹാനവറുകളുടെ ത്വരീഖിന് മറ്റ് ത്വരീഖത്തുകൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേകതയാണ്, പാമ്പിന്റെ ശല്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുമായി ബന്ധപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ട്. അതുപോലെ പാമ്പ് കടിച്ചാൽ സുമ്മിന്റെ ഇജാസത്ത് കൊണ്ട് മന്ത്രിക്കുന്നത് അത് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ത്വരീഖത്തിന്റെ പ്രത്യേകതയാണ്. മഹാനവറുകളുടെ മക്ബറയിലേക്ക് പോകുന്ന ഉമ്മു അബീദയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ റോഡുകളിലൊക്കെ
നിറയെ ഒരു കാലത്ത് പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞു നടക്കുന്നത് കാണുമായിരുന്നു. വളരെ ദൂരം സഞ്ചരിക്കണം. വിശാലമായ മരുഭൂമിയിൽ കുറെ അങ്ങ് സഞ്ചരിക്കുമ്പോ ഇരുവശങ്ങളിലും കൃഷികൾ, പലതരത്തിലുള്ള കൃഷികൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ പിന്നെയും സഞ്ചരിച്ചാൽ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഏതാനും പേര്, കുടുംബങ്ങൾ മാത്രം താമസിക്കുന്നു. അവര് താമസിക്കുന്നതൊക്കെ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മദദ്, അവിടത്തെ മക്കാമ് ആശ്രയിച്ചുകൊണ്ടും അവിടത്തെ പൊരുത്തത്തിനു വേണ്ടിയുമാണ്. അവര് കുറെ പേര് ജീവിതമാർഗം പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മിസ്കീന്മാരാണ്. ഈ സാധു വിനീതൻ അവിടെ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് ആ പാവങ്ങളെ കാണുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും, പക്ഷെ അവിടുത്തെ അവസ്ഥ അറിയാതെ ചെന്നതുകൊണ്ട് വലിയൊരു സംഖ്യ കയ്യിലെടുത്തിട്ടില്ലായിരുന്നു. അന്ന് റൂമില് നമ്മുടെ ബാഗേജുകളും മറ്റ് സാധനങ്ങളും കാശുകളും വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് ചെന്ന് നോക്കുമ്പോ ആ പാവങ്ങളുടെ അവസ്ഥ കാണുമ്പോ കയ്യിലുള്ള കാശ് കൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ പലഹാരങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കൊടുത്തപ്പോ ആർത്തിയോടെ അതിനു വേണ്ടി വരുന്ന പാവങ്ങളെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം മനസ്സിന് തോന്നിപ്പോയി. ആ രൂപത്തിലുള്ള വളരെ പ്രയാസപ്പെടുന്ന പാവങ്ങൾ അവരയഥാർത്ഥത്തിൽ ജീവിച്ചു പോരുന്നത് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സാമീപ്യത്തിൽ വരുന്ന ആരുടെങ്കിലുമൊക്കെ സഹായം കൊണ്ടാണ് അവർ ജീവിച്ചു പോരുന്നത്. അവരെ മുഴുവനും നിയന്ത്രിക്കുന്നതും ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ജീവിതകാലത്തും ഇന്നും അവർക്കൊരു അത്താണിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതുമൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ ബോധ്യപ്പെടും. ഇരിക്കട്ടെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ത്വരീഖത്തിന്റെ വലിയ ഇഷ്ഖിന്റെ കുറെ ഭാഗങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. മഹാനവറുകളുടെ ത്വരീഖത്തിൽ ദഫുകൾ ഇങ്ങനെ മുട്ടുകയും ഖസീദകൾ, പദ്യങ്ങൾ ആലപിക്കുകയും അതിലായിക്കൊണ്ട് ഇഷ്ക്, ഒരു പ്രത്യേക ആത്മീയ ചൈതന്യം ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ബഹുമാനപ്പെട്ടവരുടെ ത്വരീഖത്തിന്റെ ഒരു ഭാഗമാണ്. ബഹുമാനപ്പെട്ട റിഫായി ഷേഖിന്റെ ത്വരീഖില് ദഫ് റാത്തീബുകളും മുട്ട് റാത്തീബുകളും കുത്ത് റാത്തീബുകളും എന്നൊക്കെ തുടങ്ങിയിട്ട് പല റാത്തീബുകളും നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് തന്നെ പലതും സംഭവിച്ചതിനും നമുക്ക് തെളിവുകൾ നിരത്താൻ കഴിയും. ഒരിക്കൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളും തന്റെ മുരീദന്മാരും കൂടെ വിശുദ്ധമാകുന്ന ഹറമിലേക്ക് തവാഫ് നിർവഹിക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിലൂടെ കടന്നു ചെല്ലുകയാണ്. ആ സമയത്ത് അവര് പ്രത്യേക ഇനം ഖസീദകൾ ഇങ്ങനെ ആലപിച്ചുകൊണ്ട് ദഫ് മുട്ടിയിട്ടാണ് അവർ ചെല്ലുന്നത്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് ഹറമിന്റെ വളണ്ടിയർമാർ പറഞ്ഞു, ദഫ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല, നിങ്ങളും മുരീദന്മാരും ദഫ് പുറത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളത് കൂട്ടാക്കിയില്ല. എന്തായാലും അവര് പിടിച്ചു വാങ്ങുകയും മുരീദന്മാരാകുന്ന അവരുടെയും ദഫുകൾ ഷെയ്ഖിന്റെ ദഫും ഒരു ഭാഗത്ത് പിടിച്ചു വരച്ച് വാങ്ങുകയും വെക്കുകയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളും മുരീദന്മാരും കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കാതെ മത്താഫിലേക്ക് കയറി അവര് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരിങ്ങനെ ഖസീദ ചെല്ലുന്നവരായി തന്നെ തവാഫ് ചെയ്യുകയും ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ദഫ് അവർ വാങ്ങിവെച്ച സമയം ആ ദഫ് സ്വയം അത് ശബ്ദിച്ചുകൊണ്ട് അവരവരുടെ ദഫുകൾ അവരവരുടെ തലക്ക് മീതെ അതിങ്ങനെ തവാഫ് ചെയ്തു, കറങ്ങിക്കൊണ്ട് അവരോടുകൂടെ തന്നെ തവാഫ് ചെയ്തു എന്നൊക്കെ അവിടുത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി കറാമത്തുകൾ. ഒരിക്കൽ അഹ്മദുൽ കബീർ റിഫായി തങ്ങളും അവിടുത്തെ മുരീദന്മാരും ഇരിക്കുമ്പോൾ ഒരു പാമ്പ് വളരെ ദൂരെ ദിക്കിൽ നിന്ന് വന്നിട്ട് മഹാനവറുകളുടെ അടുത്തേക്ക് വന്ന് ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചുറ്റി പത്തി വിടർത്തി മഹാനവറുകളുടെ മുഖത്ത് നോക്കി കുറെ നേരം സംസാരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. എന്താണ് കാര്യം എന്ന് ചോദിച്ചു. പാമ്പ് വന്ന വഴിക്ക് കുറച്ചു സമയം കഴിഞ്ഞത് തിരിച്ചു പോവുകയും ചെയ്തു. മുരീദന്മാര് ചോദിച്ചു, ഷേഖെ, എന്താണ് നിങ്ങളും ആ പാമ്പും കൂടി സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോ, ഞാൻ ഒരുപാട് ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു വലിയനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വലിയ തവക്കുലിന്റെ ആളാണ്, നിങ്ങൾക്ക് ഒരു ഖൗഫുമില്ല,
ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നതിന്റെ സാക്ഷാത്കാരം നിങ്ങളായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് മഹാനവറുകൾ പറഞ്ഞത് അവിടുത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി വലിയ കറാമത്തുള്ള മഹാനാകുന്ന ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കറാമത്തുകൾ വിശദീകരിച്ചാൽ കഴിയില്ല, അവിടുത്തെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല. ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പല മഹത്തുക്കളും ആ മഹാനവറുകളുടെ ആഗമനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല മഹാന്മാരുടെയും ചരിത്രം നാം പരിശോധിക്കും അങ്ങനെ തന്നെയാണല്ലോ. ആത്മീയ ഗുരുക്കള് മഹാന്മാരിവിടെ ജനിക്കുന്നതിന് മുമ്പേ അവരെക്കുറിച്ച് മുബശ്ശിറു ബിഹിയായ ആളുകൾ, സന്തോഷ വാർത്ത അറിയിക്കുന്ന പലരും വരാറുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഓരോ അമ്പിയാക്കളും നബിമാരും വന്ന് ആമിന ബീവിനോട്, യാ ആമിന, മോളെ ആമിന, നിന്റെ വയറ്റിലുള്ള കുട്ടി ഇന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ഔലിയാക്കന്മാരുടെ ചരിത്രത്തിനും നമുക്ക് കാണാൻ കഴിയും. കൂട്ടത്തിൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളെയും പല മഹാന്മാരും, ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിഎം വലിയുല്ലാഹി ജനിക്കുന്നതിന് മുമ്പ് ഞണ്ടാടി ഷെയ്ഖ് അബൂബക്കർ ഷെയ്ഖ് തങ്ങൾ ബഹുമാനപ്പെട്ടവര് അവിടുത്തെ ഉപ്പയോട് പറഞ്ഞതും, ഉപ്പ ഹജ്ജിന് പോയപ്പോ ഹറമിൽ വെച്ച് സ്വപ്നം കണ്ടതും ഇതെല്ലാം നാം കേട്ടവരാണ്. അതുപോലെ എല്ലാ ഔലിയാക്കളെ കുറിച്ചും അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സൂചനകൾ മാതാക്കൾക്കും പിതാക്കൾക്കും ഒക്കെ നൽകിയതായിട്ട് ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളും ജനിക്കുന്നതിന് മുമ്പ് പല മഹാന്മാരും അവിടത്തെക്കുറിച്ച് ഉമ്മക്ക് വലിയ സൂചനകൾ നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ഷെയ്ഖ് അബൂ മുഹമ്മദ് ശംബക്കി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വലിയ ആരിഫും കുത്തുബും 10,000-കണക്കിന് മുരീദന്മാരുടെ ഷെയ്ഖുമാണ്. മഹാനവറുകൾ ആ സദസ്സിൽ വലിയ വലിയ ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഭൗതിക നേതാക്കൾ, രാജാക്കന്മാരും മന്ത്രിമാരും വരാറുണ്ട്. പക്ഷെ അവരൊന്നും ഷെയ്ഖ് അബൂ മുഹമ്മദുൽ ശംബക്കി റളിയല്ലാഹു തആല അൻഹു മൈൻഡ് ചെയ്യാറില്ല. അവർക്കൊന്നും വേണ്ട പോലെ ഒരു സ്ഥാനം നൽകാറില്ല. അതേ സമയത്ത് ആ മഹാനവറുകളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഉമ്മ. ആ ഉമ്മ ഈ സദസ്സിലേക്ക് വരുമ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ മുഹമ്മദുൽ ശംബക്കി റളിയല്ലാഹുവിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനിക്കാറുണ്ട്. അതിന് മഹാനവറുകൾ അന്ന് കാരണം പറഞ്ഞത്, ഈ ഉമ്മ ഒരു വലിയ മഹാൻ, ഭൂജാതനാകാൻ പോകുന്ന ഒരു വലിയ ആത്മീയ ഗുരുവിന്റെ മാതാവാകാനുള്ള പെണ്ണാണ്. ആ കുട്ടിയെ ഈ ഉമ്മയിൽ ഞാൻ കാണുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഉമ്മയെ കാണുമ്പോൾ ബഹുമാനിക്കുന്നത് എന്ന് മഹാനവറുകൾ സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൻസൂർ അസ്സാഹിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഷെയ്ഖ് നസ്റുൽ ഹംദാനി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ആത്മീയ ലോകത്തിന്റെ വലിയ വലിയ ഷെയ്ഖന്മാർ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ്. വലിയ മഹാന്മാരാണ് ഇവർ മുഴുവനും. ഇങ്ങനെ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് വന്ന് വലിയ ആത്മീയ ഗുരുവായി വലിയ പ്രവർത്തനങ്ങളൊക്കെ മഹാനവറുകൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കറാമത്തുകൾ സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ബറക്കത്തിന് വേണ്ടി ഒരു കാര്യം മാത്രം ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവരുടെ മുരീദന്മാരോട് ഷെയ്ഖിന് വലിയ തൃപ്തിയും താൽപര്യവും അവരുടെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടുന്ന സ്വഭാവവുമൊക്കെ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ വലിയ വിനയമുള്ള മഹാനാണ്. മഹാനവറുകൾ മൃഗങ്ങളോടും അതുപോലെ മറ്റ് ജീവജാലങ്ങളോടുമൊക്കെ എത്രയോ കരുണ കാണിച്ച അനുഭവങ്ങൾ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. തെരുവ് നായകൾ അതിനെ കാണുമ്പോൾ വരെ സംരക്ഷിക്കുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. കയ്യും കാലുമൊക്കെ ഒടിഞ്ഞ നായകളെ കാണുമ്പോൾ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അതിനെ കൊണ്ടുപോയി ആവശ്യമായ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അതിന്റെ മുറിവുകളൊക്കെ കെട്ടി ഉണക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് മഹാനവറുകൾ ആ നായകളെ വരെ അവിടെ നിന്ന് വിട്ട് പറഞ്ഞയക്കാറുള്ളത്. അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളുടെ
ഷർട്ടിന്റെ കയ്യിൽ ഒരിക്കൽ ഒരു പൂച്ച കിടന്നുറങ്ങി. അത് കണ്ട് മഹാനവറുകൾ ഏക ഷർട്ട് മാത്രമേ അദ്ദേഹത്തിന് കൊള്ളൂ. മഹാനവറുകൾ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോ ഈ പൂച്ചയുടെ ഉറക്കം ഉണർത്തണ്ട എന്ന് മനസ്സിലാക്കി നിസ്കാര സമയമായപ്പോ മഹാനവറുകൾ ആ കുപ്പായത്തിന്റെ ഷർട്ടിന്റെ കയ്യുമ്മ പൂച്ച കിടക്കുന്നു. കയ്യ് വെട്ടി മുറിച്ചു മാറ്റി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ കയ്യില്ലാത്ത ഷർട്ട് ധരിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ ഈ ഉറങ്ങിയ പൂച്ച എഴുന്നേറ്റ് പോയത് കാണുകയും ആ കയ്യ് തന്റെ കുപ്പായത്തിന്റെ തന്റെ ഷർട്ടിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് തുന്നിപ്പിടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടാണ് മഹാനവറുകൾ ആ ഷർട്ട് ധരിച്ച് നടക്കാറുള്ളത്. തബക്കാത്തുൽ കുബറയിൽ ആ ചരിത്രം കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി മൃഗങ്ങളോടും ജീവജാലങ്ങളോടുമൊക്കെ വലിയ താല്പര്യവും സന്തോഷവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച ദയാലുവാകുന്ന ഒരു ഷെയ്ഖാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. പാമ്പുകളോടും കരുണ കാണിച്ചിരുന്നു. പാമ്പുകൾക്കും ആവശ്യമായതാകുന്ന എല്ലാം ചെയ്തു കൊടുത്തിരുന്നു. ഇങ്ങനെ വലിയ ദയാലുവാകുന്ന മഹാനവറുകൾ ഒരിക്കൽ അവിടുത്തെ ഒരു മുരീദ് ജമാലുദ്ദീൻ, ഷെയ്ഖ് ജമാലുദ്ദീൻ എന്ന പേരുള്ള ഒരു മുരീദ് ഊനിയ പ്രദേശത്തെ ഖതീബും ഖാദിയുമായിരുന്നു. മഹാനവറുകൾ വന്നുകൊണ്ട് ഷെയ്ഖ് റിഫായി തങ്ങളോട് പറഞ്ഞു, ഒരു തോട്ടത്തിന്റെ ഈത്തപ്പന തോട്ടത്തിന്റെ ഒരു സംഭവം പറഞ്ഞു. ആ തോട്ടം വാങ്ങാൻ താല്പര്യമുണ്ടെന്നും അതെനിക്ക് വാങ്ങിത്തരണമെന്നും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജമാലുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകേട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അവരുടെ കൂടെ നടന്ന് നീങ്ങുകയും ആ തോട്ടത്തിന്റെ ഉടമയെ അന്വേഷിച്ചപ്പോ ആ തോട്ടം ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളുടെ മറ്റൊരു മുരീദായ ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബുൽ മുൻഇം എന്ന് പറയുന്ന മറ്റൊരു മഹാന്റെ തോട്ടമാണ്. മഹാനാകുന്ന ഷെയ്ഖ് റിഫായി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിനോട് പറഞ്ഞു, മോനെ, നിന്റെ ആ തോട്ടം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ എന്ന് പറയുന്ന ഖാദിക്ക് ആവശ്യമുണ്ട്, നീ അത് കൊടുക്കണം എന്ന് സംസാരിച്ചു. മഹാനാകുന്ന ഷെയ്ഖ് ഇസ്മായിൽ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് അത് കൊടുക്കുക? എന്റെ മക്കളുടെയും എന്റെയും ജീവിതത്തിന്റെ ഒരു മാർഗമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഭക്ഷിക്കുന്നത്. ഞാനത് കൊടുക്കാൻ താല്പര്യം എനിക്ക് കുറവാണെന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ, അവരുടെ ഒരു ആഗ്രഹമല്ലേ, നീ അത് കൊടുത്തേക്ക്, നിനക്ക് വലിയ വില തരാമെന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന ഷെയ്ഖ് ഇസ്മായിൽ വിട്ടുകൊടുത്തില്ല. മഹാനായ ഷെയ്ഖ് ഇസ്മായിൽ പറഞ്ഞു, എനിക്ക് ഞാൻ ചോദിക്കുന്ന വില തരണം, എന്നെങ്കിലും ഞാൻ ആ തോട്ടം കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയും ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ തങ്ങൾ പറഞ്ഞത് തരാമെന്ന്. എന്താണ് വില എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് ഈ ഭൗതിക ലോകത്ത് നിന്ന് ഞാൻ എന്റെ ഈ ഉപരിജീവിതത്തിന് ഉപയോഗിക്കുന്ന തോട്ടം നിങ്ങൾക്ക് തരണമെങ്കിൽ നാളെ ആഖിറത്തിൽ ഞാൻ വരുമ്പോ എനിക്ക് നല്ല ഒരു തോട്ടം സ്വർഗീയ ലോകത്ത് നിങ്ങൾ ഇതിന് പകരം തരണം, അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് പറയുകയും മഹാനവറുകൾ ഇത് കേട്ടപ്പോ ഒരല്പസമയം ഒന്ന് സ്തംഭിച്ചു പോകുകയും മഹാനവറുകൾ മുറാഖബയിലായി തല കുനിച്ച് അല്പം നേരം ഇരിക്കുകയും അവിടെ നിന്ന് തല പൊക്കിക്കൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അത് സമ്മതിച്ചിരിക്കുന്നു മോനെ, നിനക്ക് നാളെ സ്വർഗീയ ലോകത്ത് ഞാൻ വലിയ സ്വർഗീയ തോട്ടം നിനക്ക് തരാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ അബൂ നുഐം തങ്ങൾ മഹാനവറുകൾ ഉടനെ തന്നെ പറഞ്ഞു, എന്നാൽ അതൊരു പേപ്പറിൽ എനിക്ക് എഴുതി തരണം, വാക്കുകൊണ്ട് മാത്രം പോരാ എന്ന് പറയുകയും ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സമ്മതിക്കുകയും ഒരു പേനയും കടലാസും എടുത്തു മഹാനവറുകൾ അത് എഴുതി കൊടുത്തു. ഷെയ്ഖ് ഇസ്മായിലിന്റെ തോട്ടം ഷെയ്ഖ് ജമാലുദ്ദീൻക്ക് ഞാൻ അഹ്മദുൽ കബീറിന്റെ കയ്യേക്കിലായി ഞാൻ അത് കച്ചവടം നടത്തിയിരിക്കുന്നു, അതിന് പകരം അതിന് വില നിശ്ചയിച്ചിട്ടുള്ളത് സ്വർഗീയ ലോകത്ത് ഒരു വലിയ തോട്ടമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ എഴുതുകയും അതിൽ ഒപ്പുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിലിന് കൈമാറുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഇത് കിട്ടിയപ്പോ സന്തോഷത്തോടെ അവിടുത്തെ മുരീദാകുന്ന ഷെയ്ഖ് ഇസ്മായിൽ ബിൻ അബുൽ മുൻഇം എന്ന് പറയുന്ന മഹാനവറുകൾ ആ പേപ്പറും പിടിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്ന് തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. തോട്ടത്തിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുണ്ട്. തോട്ടത്തിലെ മുന്തിരിവള്ളികൾക്കും ഈത്തപ്പനകൾക്കും നനക്കുന്ന രംഗമാണ് മഹാനവറുകൾക്ക് കാണാൻ കഴിഞ്ഞത്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ അവിടുത്തെ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇനി നിങ്ങൾ നനക്കേണ്ടതില്ല, കാരണം ഉപ്പ ഈ തോട്ടം വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നു, ഉപ്പ നിങ്ങൾ എന്ത് പണിയാ ഒപ്പിച്ചത്? നിങ്ങൾ എന്തിനാണ് ഈ തോട്ടം വിറ്റത്? അത് വിറ്റാ പിന്നെ നമുക്ക് ഭക്ഷിക്കാൻ എന്താണുള്ളത് എന്നിങ്ങനെ ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാനത് വിറ്റിട്ടുള്ളത് ഷെയ്ഖ് ജമാലുദ്ദീൻ തങ്ങൾക്കാണ്. ഷെയ്ഖ് ജമാലുദ്ദീന് ഞാൻ കൊടുത്തത് എന്റെ ഷെയ്ഖായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ കൈവശമായിട്ട് അവര് മുഖാന്തരമാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതിനെന്റെ ഷെയ്ഖ് എനിക്ക് വലിയ വില നിശ്ചയിച്ചിട്ടുണ്ട്. നാളെ സ്വർഗീയ ആരാമത്തിൽ ചെല്ലുമ്പോ നല്ലൊരു തോട്ടം എനിക്ക് പകരമായി തരാമെന്ന് ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇത് കേട്ടപ്പോ ബുദ്ധിയുള്ള മക്കൾ പറഞ്ഞു, ഉപ്പ അത് നിങ്ങൾക്കല്ലേ, ഞങ്ങൾക്ക് എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോ അതിന് പ്രതികാരമായി കൊണ്ട് മഹാനാകുന്ന ഷെയ്ഖ് ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മക്കളെ, ബാപ്പന്റെ തോട്ടം സ്വർഗത്തിലാണെങ്കിലും അതും നിങ്ങൾക്ക് തന്നെയല്ലേ, മക്കൾക്കല്ലേ ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ അവരോട് പറയുകയും അവരെ സമാധാനിപ്പിക്കുകയും അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് മഹാനാകുന്ന ഷെയ്ഖ് ഇസ്മായിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. വിട പറയുന്നതിന് മുമ്പ് മഹാനവറുകൾ ഒരുപാട് വസിയത്തുകൾ മക്കളോട് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വസിയത്ത്, മക്കളെ, എന്റെ റൂമിൽ ഞാൻ സൂക്ഷിച്ച അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഒരു ആധാരം, ഒരു കയ്യെഴുത്തുണ്ട്. ആ പേപ്പറിലുള്ളത് എനിക്ക് സ്വർഗീയ തോട്ടം വാങ്ങിച്ചു തരാമെന്നുള്ള കരാറാണ്. ആ കരാറ് പത്രം ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിൽ അത് വെച്ചേക്കണം. കാരണം എനിക്ക് നാളെ അള്ളാഹുവിന്റെ മാലാഖമാർക്ക് കാണിച്ചു കൊടുത്ത് അവരോട് എനിക്കത് ചോദിച്ചു വാങ്ങാനുള്ള ആധാരമാണ് എന്ന് ആവശ്യപ്പെടുകയും മഹാനവറുകൾ വഫാത്താവുകയും പറഞ്ഞതുപോലെ മക്കൾ ആ പേപ്പർ മഹാനവറുകൾ വഫാത്തായ ഖബറിൽ വെച്ചു കൊടുക്കുകയും മറവ് ചെയ്ത് ശേഷം ഖബറിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആഴ്ചകൾ കഴിഞ്ഞു മക്കൾ അവിടെ നിന്നതാ ഉപ്പയുടെ ഖബർ സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ മഹാനവറുകളുടെ ഖബറിന്റെ പുറത്ത് മറ്റൊരു എഴുത്ത് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് കാണുകയും അത് വായിച്ചു നോക്കുമ്പോ, മക്കളെ, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, എന്റെ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്ത തോട്ടം എനിക്ക് അല്ലാഹു തആല കാണിച്ചു തന്നിരിക്കുന്നു. ഞാനത് കണ്ട് ആസ്വദിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് വന്നാൽ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ആ മക്കൾക്ക് സമാധാനിപ്പിക്കാൻ എഴുതിയ ഒരു മറ്റ് അവിടുത്തെ സ്വന്തം കൈപ്പത്തി കൊണ്ട് എഴുതിയതുപോലെ തന്നെ അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഒരു എഴുത്ത് കിട്ടുകയും മഹാനവറുകളുടെ എഴുത്ത് വായിച്ച് മക്കൾ സന്തോഷിക്കുകയും ചെയ്തു എന്ന് അവിടുത്തേതാകുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനത്തെ 100 കൂട്ടം മഹാനവറുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ അങ്ങോട്ട് കടക്കുകയല്ല, പലതും നാം അവിടത്തേതാകുന്ന ചരിത്രങ്ങളൊക്കെ വായിച്ചും പഠിച്ചവരുമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, മഹാനവറുകൾ ഈ ലോകത്തോട് ഹിജറ 578 ജമാദുൽ ഊല 12 വ്യാഴാഴ്ച ളുഹർ നിസ്കാരം സമയത്താണ് ഈ ലോകത്തോട് വിട പറയുന്നത്. വഫാത്താകാനുണ്ടായ ഒരു കാരണം ഒരു വയറിളക്കമാണ്. പക്ഷേ ആ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകൾ അവിടുത്തെ മുരീദന്മാരോടും മറ്റുമൊക്കെ വഫാത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയും മഹാനവറുകൾ അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറാകുകയും ഒക്കെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ ളുഹർ നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് പൂർണ്ണമായി വുളു എല്ലാം ഉള്ള പോലെ വുളു ഉള്ള രൂപത്തിൽ തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഷഹാദത്ത് കലിമൊക്കെ ഉറക്കെ ചൊല്ലി നന്നായിട്ട് വഫാത്താവാൻ വേണ്ടി കടന്ന് സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറയുകയും മഹാനവറുകൾ വിട പറഞ്ഞ ഉടനെ തന്നെ അവിടെ 7 വ്യക്തികൾ, പരിചയമില്ലാത്ത 7 വ്യക്തികൾ അവിടെ എത്തുകയാണ്. അവരാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ജനാസ കുളിപ്പിച്ചതും ബഹുമാനപ്പെട്ടവരുടെ ജനാസ നിസ്കരിച്ചതും ഒക്കെ ചെയ്തത് ഈ 7 അപരിചിതരായ വ്യക്തികളായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിസ്കാരം കഴിഞ്ഞ് ശേഷം ഈ വ്യക്തികൾ 7നെയും അപരിചിതരായ അവരെ കാണാതെ പോയി. അവരെവിടെയാണെന്ന് പിന്നീട് അവിടെ ഒരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ അവര് മറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വഫാത്തായ അവിടത്തെ മറവ് ചെയ്യുന്ന സമയത്ത് അവിടത്തെ ബറക്കത്തിന് വേണ്ടി പല വ്യക്തികളും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പച്ച കളറുള്ള ഒരു ഇനം പക്ഷികൾ മഹാനവറുകളുടെ അവിടുത്തെ ഖബറിന്റെ അടുത്തേക്ക് വരികയും എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക അനുഭൂതികൾ അവിടെ കിട്ടുകയും ഒക്കെ ചെയ്തതായി
ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഈ സംഭവം കണ്ടപ്പോ അതിൽ സാക്ഷികളായ 700ഓളം ജൂതന്മാരും 1000ഓളം ക്രിസ്ത്യാനികളും ഇസ്ലാം സ്വീകരിച്ചു എന്നുവരെ അവിടുത്തെ ചരിത്രത്തിൽ കാണും. ഇങ്ങനെ ജീവിതത്തിലും വഫാത്തിലും ഇന്നും മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ച ഒരു തുല്യതയില്ലാത്ത ഒരു ആത്മീയ ഗുരുവാണ് മഹാനാകുന്ന ഷേഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദീനീ സേവനങ്ങളിലുമൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് അവിടുത്തെ കറാമത്തിന്റെ ഒരു ഭാഗമാണ് കുത്ത് റാത്തീബ് എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. മഹാനാകുന്ന സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലേ, റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത്ത, അള്ളാഹുവെ മരിച്ചവരെങ്ങനെയാണ് ഹയാത്താക്കുന്നത്, നീ എനിക്കൊന്ന് അനുഭവജ്ഞാനത്തിലൂടെ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ചോദിച്ചു, ഖാല അവലം തുഅ്മിൻ, ഓ ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, എനിക്ക് വിശ്വാസമാണ്, എന്നാലും എനിക്ക് അനുഭവജ്ഞാനത്തിലൂടെ ലൈവായി അതൊന്ന് കണ്ട് ആസ്വദിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ഫഖുദ് അർബഅത മിനത് ത്വയ്ർ, 4 പക്ഷികളെ നീ പിടിച്ച് അവകളെ നീ അറുത്ത് അതിന്റെ മാംസങ്ങൾ കൂട്ടിക്കുഴച്ച് 4 പർവ്വതത്തിന്റെ മേതെ കൊണ്ടുപോയി വെച്ച് നീ ഒരു ഭാഗത്തിരുന്നിട്ട് അവകളെ വിളിച്ചാൽ അതിന്റെ 4ന്റെയും തല നിന്റെ കയ്യിൽ നിന്റെ മുമ്പിൽ നീ വെക്കുക. ആ 4 പക്ഷികളും പൂർണ്ണോപരി മാംസങ്ങളെല്ലാം ഓരോന്നും അതാതിന്റെ ഭാഗത്ത് ഒട്ടിച്ചേർന്ന് നിന്നിലേക്ക് വരുമെന്നും ഈ തലയിലേക്ക് വരുമെന്നും എന്നിട്ട് ആ തല അതിൽ ഫിറ്റായി കൊണ്ട് പൂർണ്ണോപരി ഒരു പക്ഷിയാകുമെന്നും ഒക്കെ ഖുർആൻ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആൻ തന്നെ അവിടുത്തെ മുഅ്ജിസത്ത് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആ ത്വരീഖിൽപ്പെട്ട ഒരു കറാമത്താണ് അല്ലാഹു തആല നൽകിയത്. എത്രയോ ആളുകൾ കഷ്ണം മുറിച്ച് പല പീസുകളാക്കി മാറ്റിയവർ മുൻകാലഘട്ടത്തിൽ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ കറാമത്തുള്ള സാദാത്തുക്കളും ഔലിയാക്കളും ആ റാത്തീബ് ഇവിടെ നടത്തി പോന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി നടത്തിപ്പോന്ന കുടുംബങ്ങൾ ഇന്നും നമുക്ക് അറിയുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല മഹാന്മാരും നടത്തിയ ഒരു റാത്തീബ്, കയ്യും കാലുമൊക്കെ മുറിച്ച്, നാക്ക് മുറിച്ച്, ചെവി മുറിച്ച്, പല ഭാഗങ്ങളും മുറിച്ചിട്ട് വേർപ്പെടുത്തി അത് ഇലയിലൊക്കെ കൊണ്ടു നടന്ന് പിന്നെയും ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ തവസ്സുലാക്കി അവിടത്തോട് ഇസ്തിഗാസ നടത്തി മഹാനവറുകളെ വിളിക്കുമ്പോ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ടുള്ള ഖസീദകളും പാടുമ്പോ ആ സ്ഥാനത്ത് യഥാർത്ഥ സ്ഥാനത്ത് അത് ഒട്ടിച്ചേരുകയും അതുപോലെ മുറിവുകൾ ഉണങ്ങുകയും അവരോട് ചോദിക്കും അവർക്ക് യാതൊരു ക്ഷീണം പോലുമില്ല എന്ന് അവരൊക്കെ അവകാശപ്പെടുകയും ചെയ്യുന്ന ആ മഹത്താകുന്ന റാത്തിബ് ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മറ്റൊരു കറാമത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വലിയ കറാമത്തുകൾ ഇന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയതാണ് റിഫായി ത്വരീഖത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മശായിഖന്മാരുടെയൊക്കെ പൊരുത്തവും അവരുടെയൊക്കെ മദതും അവരുടെയൊക്കെ കാവലും നമുക്കെന്നും ഉണ്ടായിരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ഒക്കെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു.